അൺഫോർച്ചുനേറ്റ്ലി ആരെങ്കിലും ഇത് ശനിയാഴ്ച അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു എന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഞാനൊരു പെണ്ണാണ്, അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ കൂടെ ആൾക്കാർ നിൽക്കും, എന്റെ കൂടെയാണ് നിയമം നിൽക്കുന്നത്. ആ പെൺകുട്ടി അതിൽ പറയുന്ന ഒരു നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു വേർഡുണ്ട്. അങ്ങനെ ഒരു കാര്യമേ ഉള്ളതായിട്ട് ബസ്സിലുള്ള ഒരു ജീവനക്കാരും പറയുന്നില്ല. ഈ വീഡിയോ വളരെ കൃത്യമായി എഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ ഓരോ തവണത്തെയും ശബ്ദങ്ങളിൽ മാറ്റമുണ്ട്. ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം സൃഷ്ടിച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് IT ആക്ട് വേണ്ടതാണ്. IT ആക്ട് സെക്ഷൻ 67 അവിടെ ഇടേണ്ടതായിരുന്നു. ഈ പറയുന്ന ദീപക് വിചാരിച്ചത് ഒരിക്കലും ഞാൻ നിരപരാധിയാണ് എന്ന് എനിക്ക് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ആ വേദനിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്ത കേട്ടത്. ബസ്സിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനെ അയാൾ ലൈംഗിക അതിക്രമകാരിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റീലെടുത്ത് പ്രചരിപ്പിച്ച് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും റീലിട്ട് അയാളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ച കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപകിന്റെ അവസ്ഥ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഈ സമയത്താണ് പല ആളുകളും പുരുഷ കമ്മീഷൻ വേണം, അല്ലെങ്കിൽ പുരുഷന്മാർക്കുള്ള അവകാശങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് ഏറെ പ്രസക്തമാകുന്നത്. ഇതിലേറെ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള സമയത്ത് യഥാർത്ഥ കുറ്റവാളികളും യഥാർത്ഥ ഇരകൾക്കും നീതി കിട്ടാതായി പോവുകയും യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കാതായി പോവുകയും ഒക്കെ ചെയ്യും എന്നുള്ളതും ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രയാസമാണ്. ഈ കാര്യങ്ങൾക്കെതിരായിക്കൊണ്ട്, അതായത് ഇത്തരത്തിൽ ഈ സ്ത്രീകൾ നടത്തുന്ന ഇത്തരം റീച്ചിന് വേണ്ടിയുള്ള പ്രവണതകൾക്കെതിരായിക്കൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന അഭിഭാഷകയും നിയമവിദഗ്ധയുമായിട്ടുള്ള ഫൗസിയ ഹബീബാണ് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം. നമസ്കാരം. നമ്മള് 1-2 ഇന്റർവ്യൂ ഇരുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച വിഷയമാണിത്. അത് അവിടെ നിന്ന് ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോ ദീപക് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. വളരെ മാനസികമായി തകർന്ന് ആ കുടുംബത്തിന് തന്നെ അത്താണിയായ ഒരു മനുഷ്യനാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതായത് എത്ര വിമർശനങ്ങൾ വരുന്നാലും ഇതൊരു റീച്ചിന് വേണ്ടിയുള്ള ഒരു കണ്ടന്റ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമാണ് ഈ സമൂഹത്തിൽ? അതൊരു വലിയ വേദനയുള്ള ഒരു കാര്യമാണ്. ശനിയാഴ്ച നമ്മളെല്ലാവരും പെട്ടെന്നാണ് ഇങ്ങനെ ഒരു മരണ വാർത്ത ശനിയാഴ്ച അറിഞ്ഞിട്ടില്ല. എല്ലാവരും ഞായറാഴ്ച രാവിലെയാണ് അറിയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആരെങ്കിലും ഇത് ശനിയാഴ്ച അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു എന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഈ പറയുന്ന 2 പേരുടെയും കോണ്ടാക്ട് നമ്പർ ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ 2 പേരുടെയും കോണ്ടാക്ട് നമ്പർ ഇവര് എന്താണ്, എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ച ആളാണ് ഞാൻ. കളക്ട് ചെയ്ത് വെച്ചു. രാത്രിയിൽ എനിക്ക് ഒരു 10-11 മണിയൊന്നും ആവുമ്പോ പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചില്ല. അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ നമ്പർ പോലും കിട്ടിയതാണ് എന്റെ കയ്യില്, ഈ പറയുന്ന ദീപകിന്റെ. രാവിലെ എണീറ്റ് ഞാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് അറിയാൻ പറ്റുന്നത് ആള് ഹാങ് ചെയ്തു. ഇങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ തൊട്ട് മുന്നേ തന്നെ നമ്മള് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചായിരുന്നു. സ്റ്റേഷനിൽ വിളിച്ച സമയത്ത് സ്റ്റേഷൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു കാര്യം എന്താന്ന് അറിഞ്ഞില്ല മാഡം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ആ നമ്പറിലോട്ട് നമ്മൾ വിളിച്ചു നോക്കുമ്പോഴാണ് എന്താണ് ഇതിന്റെ സത്യം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ, എന്താ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് വിളിക്കാൻ നിന്ന ആളാണ് ഞാൻ. പക്ഷെ അന്ന് നമ്മൾ വിളിക്കുമ്പം അൺഫോർച്ചുനേറ്റ്ലി പിന്നീട് നമുക്ക് ഈ പറയുന്ന വ്യക്തിയായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റിയില്ല. അദ്ദേഹം അപ്പത്തേക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും എന്ത് കാര്യം എന്തോ ആയിക്കോട്ടെ, നമ്മളെ വേറൊരാള് അത്രയും ഹാംഫുൾ ആയിട്ട് നമ്മളെ ഇത് ചെയ്തു എങ്ങനെയാണെങ്കിൽ പോലും ഒരാളും ആത്മഹത്യ ചെയ്യരുത്. ഇത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളുണ്ട്, അദ്ദേഹത്തിന് രണ്ട് കുട്ടികളാണുള്ളത്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും, അവരും പ്രായമായ ആൾക്കാരാണ്, അസുഖങ്ങളും ഉള്ള ആൾക്കാരാണ്. അതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാരണം വെച്ചിട്ടാണ് ഒരു പെൺകുട്ടി ഒരു റീൽ എടുത്തിട്ട് അതിൽ അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അത് നമ്മളെല്ലാവരും കണ്ടതാ, സോഷ്യൽ മീഡിയ എല്ലാത്തിലും. അത് ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം ആ പെൺകുട്ടി ആദ്യം ഒരു വീഡിയോ ഇട്ടു.
അതിനുശേഷം വീണ്ടും ആ വീഡിയോ തന്നെ ആ പെൺകുട്ടി എക്സ്പ്ലെയിൻ ചെയ്തിടുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഒരു സൈക്കോപാത്ത് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ പറയണത്. അപ്പോൾ ഒരാൾക്ക് എത്രത്തോളം മാനസികമായിട്ടുള്ള വിഷമം അതിലുണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഒരു പക്ഷേ അദ്ദേഹം കൂട്ടുകാർ പറയുന്നതും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാർ പറയുന്നതും അവരധികം സംസാരിക്കാറില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കിത് താങ്ങാനുള്ള ശക്തി ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ഈ പറയുന്ന ആളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് സംസാരിക്കുക ഒന്നും ചെയ്യില്ലാത്ത ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പം അദ്ദേഹത്തിന് താങ്ങാൻ പറ്റിയിട്ടില്ല. അതിന്റെ മനോവിഷമത്തില് അവർ ആത്മഹത്യ ചെയ്തു. അതാണ് നമ്മളിപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പോലീസാണെങ്കിലും എല്ലാവരും ഇത് ഈ ഒരു കാരണം കൊണ്ട് ഇങ്ങനെ ചെയ്തോ എന്നുള്ളത് ആണ് ഇപ്പൊ എല്ലായിടത്തും ചർച്ചാ വിഷയം. അത് തന്നെയാ. അങ്ങനെ ഒക്കെ പറയുന്ന സമയത്തും ഇതിനെ ന്യായീകരിക്കുന്ന കുറെ അധികം ആളുകളെ ഞാൻ കണ്ടു. അതായത് ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ചില അവരൊന്നും സാംസ്കാരിക പ്രവർത്തകരോ ആക്ടിവിസ്റ്റുകളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും തരത്തിൽ ആക്സസ് കിട്ടുന്ന ആളുകൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇനിയും ഇത്തരത്തിൽ വീഡിയോ എടുക്കണം, അയാൾ ആത്മഹത്യ ചെയ്തത് നന്നായി, അയാൾ മരിച്ചത് വളരെ നല്ല കാര്യമാണെന്ന് പറയുന്നു. ഇത്തരത്തിൽ ആ വീഡിയോ എടുത്ത സ്ത്രീയെ ന്യായീകരിക്കാൻ വേണ്ടി ചില മാധ്യമ പ്രവർത്തകർ, അതായത് ചില വനിതാ മാധ്യമ പ്രവർത്തകരും ചില എഴുത്തുകാർ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ ശ്രമിച്ചതും ഞാൻ കണ്ടു. ശക്തമായ വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് അതിനെതിരെ ഉയർന്നു വന്നു. എങ്കിലും ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്, ഒരിക്കൽ KR മീര ഈ നമ്മുടെ കഷായം ഗ്രീഷ്മ അങ്ങനെ ഒരു ഷാരോണിനെ ഈ ക്രൂരമായ കൃത്യം ചെയ്തതിന് ശേഷം ഒരു ഫംഗ്ഷനിടെ പറഞ്ഞത്, അത്തരത്തിൽ ചില കഷായങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും എന്ന രീതിയിലാണ് പറയുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കേണ്ടതാണ്, അവരെ സഹായിക്കേണ്ടതാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇങ്ങനെയുള്ള സപ്പോർട്ടുകൾ, അനീതി, അക്രമം, അതായത് ഒരു ഫേക്ക് ആയിട്ടൊരു കാര്യം ഉണ്ടാക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന സ്ത്രീ സുരക്ഷയും ഫെമിനിസവും ആക്ടിവിസവും ഒക്കെ എടുത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ നമ്മുടെ നിയമവ്യവസ്ഥ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതില്? ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണിനെ വെറുക്കുക എന്നുള്ളൊരു അർത്ഥം അതിനില്ല. ശരിക്കും തെറ്റ് എന്താണോ, അത് തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ എതിർക്കണം. അതല്ലാതെ ഒരാണ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും, നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ ആണിനെ അങ്ങനെ നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ല. ഫെമിനിസം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല. പിന്നെ ഈ ഒരു കേസില് ഇപ്പോ വീഡിയോ എടുത്തതാണ് പ്രശ്നം, വീഡിയോ എടുക്കണ്ടായിരുന്നു, ആ സമയത്ത് പ്രതികരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വീഡിയോ എടുക്കണ്ട, വീഡിയോ എടുത്താലും കുഴപ്പമില്ല, പക്ഷെ ആ വീഡിയോ എന്തിനാ? നമ്മള് കോടതിയിൽ നമുക്ക് തെളിവ് വേണം. ഇപ്പം പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തെളിവ് വേണം. അതിന് വേണ്ടിയിട്ട് തെളിവ് നമുക്ക് വേണം. അത് നമ്മൾ എവിടെയും വീഡിയോ എടുക്കണ്ട എന്ന് നമ്മൾ എവിടെയും പറയുന്നില്ല. കോടതിക്ക് വേണ്ടത് തെളിവുകൾ തന്നെയാ. ആ വീഡിയോ വേറെ ഒരാൾക്ക്, ഇപ്പൊ ഈ പറയുന്ന ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് ഹാംഫുൾ ആണെന്ന് അദ്ദേഹത്തിന് മാത്രം, അദ്ദേഹം എന്താ വിചാരിച്ചേ, ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ സമൂഹം എന്നെ എങ്ങനെ കാണും, എന്റെ അച്ഛന്റെ അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും, അതുകൊണ്ട് അവരുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയിൽ അവർക്കുള്ള അവരെ മാത്രമല്ല അഫക്ട് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല ഈ അഫക്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ സ്പ്രെഡ് ആയാല് ഒരു കുടുംബമേ അഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കുടുംബം മൊത്തം അഫക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി, എന്ത് ജോലി ചിലപ്പോൾ നഷ്ടപ്പെടാം. ഈ പറയുന്ന ആൾക്ക് ചിലപ്പം ജോലി ഉണ്ടെങ്കിൽ ആ നീ ഇങ്ങനെയുള്ള ഒരാളല്ലേ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജോലി പോകും. അപ്പൊ ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് സറൗണ്ടിങ്സിൽ നിൽക്കുന്ന എല്ലാതും ലോസ് വരുത്തിയിട്ട് നമുക്കൊരു വീഡിയോ സ്പ്രെഡ് ചെയ്യുന്നതിനോട് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതിന് നമുക്ക് എപ്പോഴും വിയോജിപ്പാണ്. ഇപ്പം നിയമപരമായിട്ടൊരു വീഡിയോ എടുക്കുന്നത് തെറ്റല്ല. അതിൽ അയാള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അപ്പം അത് പെണ്ണായിക്കോട്ടെ പെണ്ണാണെങ്കിലും നമുക്ക് എടുക്കാം, ആണാണെങ്കിലും എടുക്കാം, നമുക്ക് തെളിവ് വേണം. അതിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യാം, കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് കോടതിയിൽ ചെയ്യാം. ഈ ബസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, ഈ പറയുന്ന ബസ്സില് ക്യാം എടുത്ത് നോക്കുന്ന സമയത്ത്, ഫൂട്ടേജ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം അതിലുണ്ടായതായിട്ട് കാണിക്കുന്നില്ല. അപ്പോ എന്തെങ്കിലും ഒന്നും ഉണ്ടായി, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഒച്ച വെച്ചു, ഈ കുട്ടി അതിൽ പറയുന്ന ഈ പെൺകുട്ടി അതിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ആ വീഡിയോയില്. അതായത് മുന്നിലുള്ള ഒരു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചു എന്ന് പറയുന്നു. അങ്ങനെ മുന്നിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ സമയം വരെ പറഞ്ഞത് കേട്ടിട്ടില്ല. ഈ ഒരു സമയം വരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുന്നില്ല.
അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ അവിടെ വന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാത്തിടത്തോളം കാലം നമ്മളെല്ലാവരും എന്താ വിചാരിക്കുക, നമ്മൾക്ക് കാണുന്നത് ഇതല്ലേ, അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, അപ്പൊ ഈ പെൺകുട്ടിക്ക് റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് റീൽ എടുത്തു. അങ്ങനെയാണ് ഫസ്റ്റത്തെ വീഡിയോ 2 പോർഷൻ ആയിട്ടിട്ട പെൺകുട്ടി രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പം ആദ്യത്തെ ആ ഒരു കണക്റ്റഡ് വീഡിയോ മാറ്റിയിട്ട് ഈ വീഡിയോ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ഈ പെൺകുട്ടി എന്താ വിചാരിച്ച്, എനിക്ക് കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടാവണം, ഇതാണെങ്കിൽ ഞാനൊരു പെണ്ണാണ്, അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ കൂടെ ആൾക്കാർ നിൽക്കും, എന്റെ കൂടെയാണ് നിയമം നിൽക്കുന്നത്. ആ പെൺകുട്ടി അതിൽ പറയുന്ന ഒരു നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു വേർഡുണ്ട്, ഞാൻ ആ വേർഡ് എന്താണെന്നറിയില്ല. ആ കുട്ടി അതിൽ പറയുന്നുണ്ട് ഒന്നും സംഭവിക്കില്ല, എന്താണ് അതിലൊരു ഇത് പറയുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പറയുന്ന നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു ഇത് ആ കുട്ടി അതിൽ പറയുന്നുണ്ട്. ഒരിക്കലും നിയമത്തെ വെല്ലുവിളിക്കരുത്, എല്ലാത്തിനും മുകളിലാണ് കോടതി. ഈ പറയുന്ന കോടതി, പോലീസ്, നിയമ സംവിധാനം ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല, കോടതിനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല, നിയമം എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടോ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശിക്ഷ മേടിക്കും, ശിക്ഷ കിട്ടും. അത് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യത്തില് പെൺകുട്ടി ഇത്രയൊക്കെ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കൽ, ആ മാഡം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ അവരെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ ഈ പറയുമ്പോ ഞാൻ അതിലൊരു കാര്യം പറയട്ടെ, ഈ പെൺകുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ വേറൊരാളുടെ കുടുംബം ഇല്ലാതാക്കി. ഒരു ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള 40 വയസ്സായിട്ടുള്ള ഒരാള് മരിച്ചുപോയി, അയാളുടെ കുടുംബം അനാഥായി. ഇതിന് ആര് ആൻസർ ചെയ്യുന്നത്? ഇതിനുത്തരം ആര് പറയും? ഈ പെൺകുട്ടി പറയോ? ഇല്ല. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഓരോരുത്തരും എല്ലാവരുടെയും ജോലിയും കാര്യങ്ങളുമായിട്ട് നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾക്ക് എല്ലാ ദിവസവും അവരെ നോക്കിയിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ആൻസർ ചെയ്യുന്നത് ആരാണ്? അപ്പൊ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കണം. ഈ പെൺകുട്ടി വീഡിയോ എടുത്തതിന് നമ്മൾ ആരും എതിരെ പറയുന്നില്ല, പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് പ്രശ്നമായി പോയത്. അങ്ങനെ ആ പെൺകുട്ടിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു രീതിയിൽ വന്നെങ്കിൽ പെൺകുട്ടി വീഡിയോ ഇനിയും അതേപോലെ എത്ര ആൾക്കാർ, എല്ലാ ആണുങ്ങളും നല്ല ആൾക്കാരൊന്നുമല്ല, പെൺകുട്ടികൾ അവിടെ എവിടെയും പിടിക്കുകയും തൊടുകയും എല്ലാം ചെയ്യുന്നുണ്ടാകും ബസ്സിൽ. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പെൺകുട്ടികളെ ധൈര്യമായിട്ട് തന്നെ ആ സമയത്ത് തന്നെ പ്രതികരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കുക. കാരണം തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരുണ്ട്, അവരും അറിയുമല്ലോ. എന്തൊരു ക്രൈം നടക്കാൻ പോവുകയാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ അറിയും, അതാണ് വിറ്റ്നസ് ഉണ്ടാവും. ഈ കേസില് ഈ പെൺകുട്ടീനെ പറയാനായിട്ട് ഏതെങ്കിലും ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പെൺകുട്ടീനെ ഉപദ്രവിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ പെൺകുട്ടി വീഡിയോ ഓപ്പൺ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ പെൺകുട്ടിക്ക് ഓക്കെ എന്റെ ഭാഗത്താണ് ശരിയെന്ന് പറയാം. ഇവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഉള്ളതായിട്ട് ബസ്സിലുള്ള ഒരു ജീവനക്കാരും പറയുന്നില്ല. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ വളരെ കൃത്യമായി എഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ ഓരോ തവണത്തെയും ശബ്ദങ്ങളിൽ മാറ്റമുണ്ട്. മാത്രമല്ല, ഒരു സ്ഥലത്ത് ബസ് നിർത്തുന്ന സമയത്ത് ഒന്ന് പുറകോട്ടാഞ്ഞതിന് ശേഷം, നോർമലി നമ്മൾ പുറകോട്ടായുമല്ലോ, ബസ് നിർത്തുമ്പോൾ ഒന്ന് പുറകോട്ടാവും അങ്ങനെ മുമ്പോട്ടാഞ്ഞതിന് ശേഷം പുറകോട്ടാവുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ആ പെൺകുട്ടിയുടെ ബ്രസ്റ്റിന് തട്ടാതെ പോയിട്ട് തിരിച്ചു വരുന്ന വിധത്തിൽ ജസ്റ്റ് ഇങ്ങനെ തട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ഈ പെൺകുട്ടി വീഡിയോ എടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ബസ് നിർത്തുന്ന ഇതുണ്ട്, അപ്പുറത്തുള്ള ഈ ബസ് കയറുകയറെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് കാണിക്കും. കോഴിക്കോട് ഭാഷയിലും പെട്ടെന്ന് കയറുകയറെന്ന് പറയും, അത് അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ അവയവത്തിൽ കംഫർട്ട് അല്ലാത്ത ഭാഗത്ത് സ്വകാര്യ ഭാഗങ്ങളിൽ തട്ടിക്കഴിഞ്ഞാൽ അവരെത്ര ഒരു ബുദ്ധിമുട്ടോടു കൂടിയാണ് അത് നേരിടുക. ഇതില് ആ സ്ത്രീ വീഡിയോ പിടിച്ചുകൊണ്ട് കൂളായിട്ട് വീഡിയോ പിടിച്ച് ചില്ലായിട്ട് ഫോട്ടോ എടുക്കുന്ന അതേ രീതിയിൽ വീഡിയോ പിടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത്തരം സാഹചര്യങ്ങളിൽ വീഡിയോ എടുത്താൽ അത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാം, അല്ലെങ്കിൽ അയാൾ ആ സമയം തന്നെ പ്രതികരിക്കാം. ഇതൊക്കെ നിയമം ഇവിടെ അനുവദിക്കുന്നുണ്ട്. അതൊന്നും ഇല്ലാതെ ഈ തരത്തിൽ എഡിറ്റിംഗുമായി വന്ന് ഇത് ചെയ്തിട്ട് പിന്നീട് പോയിട്ട് ഇതിന് എക്സ്പ്ലെയിനറി ആയിട്ട് വീഡിയോ ചെയ്യാണ്. അത് ചെയ്യുന്നതും ഇവരൊരു അവിടുത്തെ ഒരു ജനപ്രതിനിധി ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇവര് ജനപ്രതിനിധികളൊക്കെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഈ ജനപ്രാതിനിധ്യത്തിനൊക്കെ എന്താണ് ഒരു ഒരു സാഹചര്യം ഉള്ളത്? അതായത് അവര് ജനപ്രതിനിധി ആയിരുന്നു നേരത്തെ, പാസ്റ്റ് ആണ്, അവരായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരതല്ല, അത് കഴിഞ്ഞിട്ട് അവര്
പുറത്ത് ഗൾഫിലേക്ക് ജോലിക്കൊക്കെ പോയി അത് കഴിഞ്ഞ് നാട്ടിൽ വന്നതാണ്. അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോ അവര് ഒരു വീഡിയോ എടുത്തപ്പം ഈ പറയുന്ന വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് ചില ആൾക്കാർക്ക് സെൽഫി പോലും എടുക്കാൻ പറ്റില്ലാത്ത ആൾക്കാരാണ് ഉണ്ടാവുക. ഇപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുക, വ്ളോഗ് നടത്തുക, അതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ടെക്നിക്കലി നല്ല അറിവുണ്ടാവും. അവരെന്നല്ലേ ഇതെല്ലാം എടുത്ത് എഡിറ്റ് ചെയ്ത് അവരെന്നല്ലേ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ അവരെന്നെയാണ് ഇടുന്നത്. അപ്പൊ അതിൽ ഇത്ര വ്യൂവേഴ്സ് ഉണ്ടാവുന്നതും അതിൽ ചില ഭാഗങ്ങള് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇത്ര അതിനപ്പുറം ഇപ്പുറവും വേണ്ട, അങ്ങനെയാണെങ്കിൽ മാത്രം വ്യൂവേഴ്സ് ഉണ്ടാകും എന്നുള്ളതും ഇവർക്ക് അറിയാമായിരിക്കാം. ഒരു ഭാഗം അങ്ങനെയല്ലേ കാണിക്കുന്നേ. അതില് ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഇതില് ഒരു കേസ് വന്ന് ഒരു കേസിലോട്ട് അത് ആ ഒരു മൊബൈൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമുക്ക് എക്സാമിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നാല് ഈ പറയുന്ന എഡിറ്റിംഗ് എല്ലാം കണ്ടുപിടിക്കില്ലേ? ഇപ്പൊ അങ്ങനൊരു ഇത് വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ നിയമം എന്താണെങ്കിലും എന്റെ ഭാഗത്തായിരിക്കും. ഇപ്പൊ നോർമലി ഈ ഒരാണ് ആത്മഹത്യ ചെയ്തു, ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇത് ആത്മഹത്യ ചെയ്ത സമയത്തും അങ്ങനെയല്ലേ, അത് അവരുടെ വീട്ടുകാർക്ക് പോയി, അതിൽ വേറെ ഒന്നും നമുക്ക് പറയാനില്ല, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ അങ്ങനെ വിചാരിക്കുക, അവരുടെ വീട്ടുകാർക്ക് പോയി, ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മളെ നിയമ സംവിധാനത്തിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നു. പക്ഷേ ഇതിൽ ശരിയുള്ളത് അയാളുടെ ഭാഗത്താണ് എന്നുള്ളത് ലോകം മുഴുവനുള്ള ആൾക്കാർ കണ്ട സ്ഥിതിക്ക് അതിന്റെ ശരിയും തെറ്റും ഇനി കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിയമത്തിലേക്ക് അത് എത്തിച്ചേർന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അതിന് സപ്പോർട്ടായിട്ട് ഇവിടെ പല എഴുത്തുകാർ, സാമൂഹ്യ വക്താക്കൾ, പൊളിറ്റീഷ്യൻസ്, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരീക്ഷകന്മാർ, ഇങ്ങനത്തെ ആളുകളൊക്കെ വരാറുണ്ട്. ഇപ്പൊ സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഇപ്പം ശാശ്വതികാനന്ദയല്ല നമ്മുടെ എന്താണ് ഒരു ലിംഗം ഛേദിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ആ കേസിൽപ്പെട്ട സ്വാമി ആദ്യം ഇത് ഒരു പെൺകുട്ടി ലിംഗം ഛേദിച്ചു എന്ന് പറഞ്ഞപ്പം കേരളത്തിലെ സമൂഹം ഉൾപ്പെടെ ആ പെൺകുട്ടിക്കൊപ്പം നിന്നു. നല്ലതാണ് ചെയ്തത്. തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോ എന്താണ് അവര് അതിനെ പിന്നെ എന്താണ് എതിർത്തു. സെൽഫ് ഡിഫൻസ് ആണ് നമ്മൾ കണ്ടത്. ഞാൻ ഉൾപ്പെടെയുള്ള ആ സമയത്ത് നമ്മളൊക്കെ അതിനെ അനുകൂലിച്ചു. പക്ഷെ പിന്നീട് പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമായിരുന്നു. അതായത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നും ഈ കാമുകനും ഇവരും കൂടി ചേർന്ന് ഈ സ്വാമി ഇത് ചില ബന്ധങ്ങൾ എതിർത്തത് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു നാടകമായിരുന്നു എന്നുമാണ് അത് പറയുന്നത്. ആ സ്വാമിയുടെ പേരെന്റെ നാവിൽ നിൽക്കുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ നടന്ന സമയത്ത് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻവെസ്റ്റിഗേഷൻ നടന്നത് കൊണ്ട് അറിഞ്ഞതാണ്. അത് ആദ്യത്തെ സംഘമല്ല, പിന്നീട് ഒരു സംഘത്തെ മാറ്റി നിയമിച്ചുകൊണ്ട് അറിഞ്ഞ കേസാണ്. അപ്പൊ അത് പുറത്തു വന്നപ്പോൾ പോലും നമ്മുടെ ഈ ആദ്യം ഈ എന്താണ് ഇത് ഈ പറയുന്ന പെൺകുട്ടിയെ വളരെയധികം പ്രൊമോട്ട് ചെയ്ത ആളുകളൊന്നും തന്നെ പിന്നീട് ഇതിനെ എതിർക്കാൻ നിന്നില്ല, ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പോയിട്ടും എന്താണ് നീതിയില്ലാതെ അദ്ദേഹത്തിന് മനം നൊന്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടും ഇവിടുത്തെ പൊളിറ്റീഷ്യൻസോ ഇവിടുത്തെ എഴുത്തുകാരോ ഇവിടുത്തെ ആളുകളോ ഒന്നും തന്നെ ഇതിനെതിരെ ഒരു അക്ഷരമായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില ആളുകൾ സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ പൊതുവിൽ നമ്മുടെ ഭരണാധികാരികൾ പോലും സംസാരിച്ചിട്ടില്ല. അതെന്തുകൊണ്ട്? കാരണം ഇവിടുത്തെ ഒന്നും തെറ്റ് ചെയ്യാത്ത പുരുഷന്മാർക്കും ആത്മാഭിമാന ബോധം ഇല്ലേ? അവരും വോട്ട് ചെയ്യുന്നവരല്ലേ? അവരും ഇവിടുത്തെ പ്രജകളല്ലേ എന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെയാ ആ ചോദ്യം നോക്കിക്കാണുന്നത്? എങ്ങനെയാ എന്തുകൊണ്ടാ ആത്മഹത്യ ചെയ്തത്? ഈ പറയുന്ന ദീപക് എന്തുകൊണ്ടാ ആത്മഹത്യ ചെയ്തത്? ദീപക് വിചാരിച്ചത് ഈ നാട്ടിൽ എനിക്ക് വേണ്ടിയിട്ട് ആരും ചോദിക്കില്ല, ഒരു കേസ് കൊണ്ടുപോയി കൊടുത്താല് അല്ലെങ്കിൽ ഈ കാണുന്ന ആളുകള് ഞാൻ തെറ്റുകാരനാണെന്ന് വിശ്വസിക്കും, 100% അങ്ങനെ വിശ്വസിക്കും എന്ന് ഇദ്ദേഹം തന്നെ ഉറപ്പിച്ചത് കൊണ്ടാണ് മരിച്ചുപോയത്. ആരും ഇവരുടെ കൂടെ നിൽക്കില്ല എന്നുള്ളത് കൊണ്ട്. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ, അങ്ങനെയാണ് ഇത്രയും നാളും ഉണ്ടായത്. അങ്ങനെയാണ് ഈ ഒരു സമയം വരെ നമ്മളിപ്പോ ഒരു മാരേജിന്റെ കേസ് എടുത്ത് നോക്കട്ടെ, അതില് പെണ്ണ് ഒന്നും പറയണ്ട, പെണ്ണ് ഞാൻ ഇത്രയും സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയപ്പോ ഇത്രയും ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എന്റെ ബാക്കിയുള്ളവർ ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് കോടതിയിൽ പോയാൽ പോലും പെണ്ണിന് ഫേവർ ആയിട്ടുള്ള നിയമങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. അത് പെണ്ണിന് ഫേവർ ആയിട്ടുള്ള നിയമം വന്നത് എന്തിനാ? പെണ്ണിന് എപ്പോഴും ഒരു സെക്യൂരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അത് ആ നിയമം വെച്ചിട്ട് നമുക്ക് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പെണ്ണിന് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ മിസ്യൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലായത് കൊണ്ട് കോടതികളും ഇപ്പം പോലീസ് സംവിധാനവും കുറച്ച് ഒന്ന് മാറി ചിന്തിച്ചു, അത്രേ ഉള്ളൂ.
അല്ലെങ്കിൽ ഇപ്പോ ഈ പറയുന്ന ദീപകിന്റെ കേസില് ഈ പറയുന്ന പെൺകുട്ടി ആ വീഡിയോ ഒറ്റയടിക്ക് ഞാൻ കാണുന്നു, അതിൽ ഒരു കേസ് എടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതില് അത് അദ്ദേഹം സൂയിസൈഡ് ചെയ്തതാണ്. നമ്മുടെ ഇന്ത്യൻ നിയമത്തില് ഒരാള് അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് സെക്ഷൻ 108 ഇപ്പൊ ഈ പറയുന്ന കേസില് FIR ഇട്ടിട്ടുള്ള സെക്ഷൻ അതാണ്. ആ ഒരു സെക്ഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ ഇത് നോക്കി കണ്ടപ്പോ സെക്ഷൻ 108 പ്ലസ് അതുപോലെ തന്നെ IT ആക്ട് കൂടെ വരണം എന്നായിരുന്നു ഞങ്ങളൊക്കെ വിചാരിച്ചത്. ഇപ്പൊ നമ്മളെല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുക. കാരണം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച അതുവഴി ഹാംഫുള്ളായി അതുവഴിയാണ് അദ്ദേഹത്തിന് ജീവൻ പോയത് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ FIR 108 മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ സെക്ഷൻ 108 പറയുന്നത് ഒരാളെ നമ്മൾ സൂയിസൈഡിലേക്ക് തള്ളിവിടുക, അതിന് എന്ത് കാരണവും ആകാം. അല്ല, അത് ഇത് സൂയിസൈഡിലേക്ക് തള്ളിവിടുക പറഞ്ഞാൽ ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം സൃഷ്ടിച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് IT ആക്ട് വേണ്ടതാണ്. IT ആക്ട് ഇവിടെ വേണ്ടതാണ്. IT ആക്ട് സെക്ഷൻ 67 അവിടെ ഇടേണ്ടതായിരുന്നു. അപ്പൊ അത് ഒരു പക്ഷേ ഇനിയിപ്പോ നമ്മുടെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് അവര് ഇപ്പം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ടൈമിൽ ഓരോരോ ആളുകളുടെ മൊഴിയെടുത്തതിന് ശേഷം ആ ഒരു സെക്ഷൻ ചിലപ്പം ചാർജ് വരുന്ന സമയത്ത് ചേർക്കാം, അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാനതിൽ മനസ്സിലാക്കുന്ന അനുസരിച്ച് ആദ്യഘട്ടത്തിൽ പോലീസിന് കിട്ടിയ നിർദ്ദേശം ഒരു അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുക. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതിനു ശേഷം അന്വേഷണത്തിൽ പുരോഗതി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വേണമെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമിടാം എന്നുള്ളതായിരുന്നു. പക്ഷെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. കോഴിക്കോട് സ്റ്റേഷനിലേക്ക് ആളുകൾ പോകുന്നു. എവിടെ നിന്നൊക്കെയാണ് കോളുകൾ വരുന്നതെന്ന് അറിയുന്നില്ല. സമ്മർദ്ദം ഉണ്ടായി സിസ്റ്റത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിലൊരു കേസെങ്കിലും എടുക്കാൻ പോലീസ് തയ്യാറായത്. ഇല്ലെങ്കിൽ പോലീസ് ഇപ്പം ഇത്തരത്തിൽ ഒരു ആൾ ആത്മഹത്യ ചെയ്താൽ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ അയാൾക്ക് പോയി, അയാളുടെ കുടുംബത്തിന് പോയി, അത്രയും. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ പറയുന്ന ദീപക്കും അങ്ങനെയാണ് വിചാരിച്ചത്. ഇത്രയും ആളുകളുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എന്റെ ഭാഗം കേൾക്കാനായിട്ട് ഈ സമൂഹത്തിൽ ഒരാളും നിൽക്കില്ല, കോടതി പോലും എന്റെ ഭാഗം കേൾക്കില്ല എന്നുള്ളൊരു തോന്നല് അയാൾക്കുള്ളത് കൊണ്ടാണ് സൂയിസൈഡ് ചെയ്തത്. അല്ല, ഇതില് ദീപകിനെ കുറിച്ച് പറയുന്ന വളരെ വൈകാരികമായ ഒരു കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന ഒരു പെൺകുട്ടിക്ക് വളരെ ശക്തമായ പീരീഡ്സുമായി ബന്ധപ്പെട്ട് വയറുവേദനയുള്ള സമയത്ത് അദ്ദേഹത്തിന് ഒരു അസ്വാഭാവികത തോന്നിയിട്ട് എന്താ മോളെ പ്രശ്നം എന്ന് ചോദിക്കുകയും വയറുവേദനയാണെന്ന് പറഞ്ഞപ്പോൾ വേദനയുടെ ഗുളിക കൊടുക്കുകയും വളരെ ഒരു സഹോദരനെ പോലെയോ അച്ഛനെ പോലെയോ കെയർ ചെയ്ത് കൊണ്ടുപോയ ഒരു ആളെ പറ്റി ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യനെ പറ്റി. മാത്രമല്ല ഇയാളെ പറ്റി മുൻപ് ഒരു തരത്തിലുള്ള പരാതികളും ഇല്ല, ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളാന്നില്ല. മാത്രമല്ല ഇവരുടെ സ്ത്രീ സൗഹൃദങ്ങൾ തന്നെ പറയുന്നു ഇയാൾക്ക് വേറെ രീതിയിലുള്ള ഒരു മോശപ്പെട്ട പ്രവണതയോ അല്ലെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പ്രവണതയോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ പാവം മനുഷ്യൻ തന്റെ കുടുംബത്തെ, തന്റെ അച്ഛനെ, അമ്മയെ, തന്റെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുള്ളത്, മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. ഞാനിത് പറയുമ്പോഴും ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴും ആ മനുഷ്യന് അദ്ദേഹത്തിന്റെ ജീവിതമാണ് പോയത്, ഒരു ജീവനാണ് പോയത്, ആ കുടുംബത്തിന് എല്ലാമാണ് പോയത്. നമ്മൾക്കിത് പക്ഷെ ചർച്ച ചെയ്ത് മാറ്റിയേക്കാം. പക്ഷെ ഇങ്ങനെ ഇനി ഇവിടെ ആവർത്തിക്കാത്ത വിധത്തിൽ ഇവിടുത്തെ സിസ്റ്റം കർശനമായി നിയമം കൊണ്ടുവരേണ്ടതില്ല എന്ന് കരുതിയിട്ട് അതിന്റെ ആ ഒരു ഇളവ് പറ്റിയിട്ട് ബസ്സിൽ കയറിയിട്ട് സ്ത്രീകളെ തോണ്ടാം അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കാം എന്ന് കരുതുന്ന ആളുകൾ വിചാരിക്കുകയും ചെയ്തത്. പക്ഷെ കർശനമായ നിയമം ഈ കാര്യത്തിൽ വേണ്ടതല്ലേ? വേണം. ഇപ്പോ ഈ പറയുന്ന ദീപക് വിചാരിച്ചത് ഞാൻ നിരപരാധിയാണ് എന്ന് എനിക്ക് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത്. ഞാൻ നിരപരാധിയാണ്, പക്ഷെ അതെനിക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം ഈ 2-3 വീഡിയോ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവരായിട്ടാണ് ആദ്യം കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞത് അവരത്ര നല്ല ഒരാളാണ്, ഒരിക്കലും അവരെ കുറിച്ച് ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ആർക്കും ഒരു പരാതിയുമില്ല. ഈ പറയുന്ന സറൗണ്ടിങ്സിലുള്ള എല്ലാ ആൾക്കാരും പറയുന്ന കാര്യം ഇതാണ്. ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ പല കേസുകളും പെണ്ണിനെ അങ്ങനെ ചെയ്തു, പെണ്ണിനെ ഇങ്ങനെ ചെയ്തു, പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇവർക്കൊക്കെ നേരത്തെ തന്നെ ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഒത്തിരി ഉള്ള ആൾക്കാരായിരിക്കും.
ഇവരല്ലെങ്കിൽ നേരത്തെ അത് ചെയ്തിട്ടുണ്ടാവും, ഇത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള ഓഫൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടാവും. ഈ ഒരു കേസ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും നമുക്ക് ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ളതിനുള്ള ഒരു സൂചനയാണ്.